മിക്ക മാതാപിതാക്കളും തങ്ങളുടെ മക്കളെ തലയിൽ വെച്ചാൽ പേനരിക്കും, നിലത്ത് വെച്ചാലോ കുഞ്ഞു കുഞ്ഞു ഉറുമ്പരിക്കും എന്ന ഭയപ്പാടോടെ ഒരുപാട് കരുതലോടെയാണ് വളർത്തുന്നത്. കാക്കിക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്നത് പോലെ കാത്തു കാത്ത് ഇരുന്ന് തനിക്ക് ജനിച്ച പൊന്നോമന പുത്രനെ തൻ്റെ സമ്മതമോ അറിവോ ഇല്ലാതെ മറ്റൊരാൾ ഓടിച്ചിട്ട് അടിച്ചിട്ടുണ്ട് എന്നൊരു വെളിപ്പെടുത്തൽ കേട്ട് കഴിഞ്ഞാൽ ഏതമ്മയ്ക്കാണ് സഹിക്കാനാവുന്നത്? ഈ ഒരു മാനസിക അവസ്ഥയിലൂടെയാണ് സുചിത്ര ഇപ്പോൾ കടന്നു പോകുന്നത്. ഈ വെളിപ്പെടുത്തൽ നടത്തിയത് മണിരത്നത്തിൻ്റെ ഭാര്യയായ സുഹാസിനിയുമാണ്. ഈ ആസ്ഥാനത്തിലുള്ള ചില വെളിപ്പെടുത്തലുകൾ, ഇല്ലെങ്കിൽ കാലം മായ്ക്കാത്ത മുറിവുകളില്ല എന്ന് പറയുന്നത് പോലെയോ, ഇല്ലെങ്കിൽ അപ്രിയ സത്യം പറയരുതെന്നൊക്കെ പഴമക്കാർ പറയുന്നത് പോലെയോ, ഈ അനാവശ്യമായ സാഹചര്യത്തിൽ സുഹാസിനി നടത്തിയ ഈ വെളിപ്പെടുത്തൽ യഥാർത്ഥത്തിൽ സുചിത്രയ്ക്ക് വല്ലാത്ത മാനസിക സംഘർഷങ്ങൾ സമ്മാനിച്ചു എന്ന തരത്തിലൊക്കെയുള്ള ചില പരാമർശങ്ങൾ ആളുകൾ അവിടെ ഇവിടെയൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അത് മോഹൻലാലിനോടും ആ കുടുംബത്തിനോടും ഒരുപാട് സ്നേഹമുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള ഒരു വിഷയവും ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം ബെറോസ് എന്ന ചിത്രത്തിലൂടെ സംവിധായകൻ്റെ കുപ്പായം, അല്ലെങ്കിൽ സംവിധാന രംഗത്തേക്ക് കൂടെ മോഹൻലാൽ ഇറങ്ങി ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു സമയത്താണ് ആർക്കും താല്പര്യമില്ലാത്ത, ഇല്ലെങ്കിൽ തമാശയായിട്ട് എഴുതിത്തള്ളാവുന്ന ഈ ഒരു കാര്യവുമായിട്ട് സുഹാസിനി രംഗത്ത് വന്നത്. മാത്രമല്ല, പ്രണവിനെക്കുറിച്ച് പറഞ്ഞാൽ നമുക്കറിയാം, സിനിമയിൽ അഭിനയിച്ച ഒരുപാട് പേരും പ്രശസ്തി ഉണ്ടാക്കണമെന്നോ പണം ഉണ്ടാക്കണമെന്നോ ഒരു താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. തൻ്റെ ജീവിതം യാത്രകൾക്കായിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, അങ്ങനെ ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോവുക എന്നൊരു തീരുമാനത്തിലാണ് പ്രണവ്. മാത്രമല്ല, വല്ലപ്പോഴും ഒരു സിനിമ അഭിനയിക്കും, കിട്ടുന്ന പൈസ കൊണ്ടൊക്കെ അങ്ങനെ പോവുക. ഇപ്പോൾ സ്പെയിനിൽ ആടുമേയ്ക്കുന്ന ജോലിയാണ്, അങ്ങനെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ്. നേരെ മറിച്ച് മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം മോഹൻ ഇഷ്ടമുള്ള രീതിയിൽ പോട്ടെ, യാത്രകളൊക്കെ അദ്ദേഹം ഒരുപാട് ആസ്വദിച്ചിരുന്ന ഒരു വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിന് ഈ സിനിമയുടെ തിരക്കൊന്നും കാരണം അങ്ങനെ നടന്നില്ല. അപ്പോൾ മാത്രമല്ല, പ്രണവ് മോഹൻലാലിനെ കുറിച്ച് മോഹൻലാൽ പറയുന്നേ ചെറുപ്പത്തിൽ നല്ലൊരു ആക്ടറായിരുന്നു തന്നെ പോലെ. അപ്പോൾ ചെറുപ്പത്തിലൊക്കെ മോഹൻലാലിനും പലപ്പോഴും അഭിനയത്തിന് 1ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. അതുപോലെ പ്രണവിനും സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ ബെസ്റ്റ് ആക്ടറായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെക്കുറിച്ച് അഭിമാനമുണ്ട് എന്ന തരത്തിൽ ആണ് മോഹൻലാൽ പരാമർശം നടത്തുന്നത്. അപ്പോൾ സുഹാസിനി പ്രണവിനെ കൊച്ചാക്കാനാണോ ഇല്ലെങ്കിൽ ഒരു തമാശയായിട്ട് പറഞ്ഞതാണോ എന്നറിയില്ല. വളരെ അടുപ്പമുള്ള മമ്മൂട്ടിയുടെ അടുത്ത് ഒരിക്കലും കഥ പറയുവാനായിട്ട് സുഹാസിനിയുടെ ഭർത്താവായ മണിരത്നം കടന്നു ചെല്ലുന്ന ആ സാഹചര്യത്തെക്കുറിച്ചാണ് സുഹാസിനി പറയുന്നത്. അപ്പം ചെല്ലുന്നു, കഥ കേൾക്കുവാനായിട്ട് ഇങ്ങനെ മമ്മൂട്ടി ഇരിക്കുന്നു. അപ്പോൾ അതിലെ കൂടെ ഓടിച്ചാടി നിറന്ന ബഹളമുണ്ടാക്കിയ പ്രണവിനെ ഓടിച്ചിട്ടടിച്ചു എന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് നടത്തിയത്. ചിലപ്പോൾ ഒന്നായിരിക്കും ഒരു കുഞ്ഞു വടിയെടുത്ത് ഓടിച്ചതേ കാണുകയുള്ളൂ, ഇല്ലെങ്കിൽ ആളുകൾ ഒക്കെ ഇങ്ങനെ വ്യാഖ്യാനിക്കാമല്ലോ. തമാശയായിട്ട് പറയുന്ന കാര്യത്തിൽ ഓടിച്ചിട്ടടിച്ചു, അവനെ ഓടിച്ചു, പേടിപ്പിച്ചു. അപ്പം സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ മോഹൻലാലിൻ്റെ കുഞ്ഞിനെയും കൈകാര്യം ചെയ്തു, ഇല്ലെങ്കിൽ അവനെ ഓടിച്ചു, 2 കുഞ്ഞടി കൊടുത്തു. ഇതൊക്കെ കണ്ടപ്പോൾ സുഹാസിനിയുടെ ഭർത്താവ് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി എന്നുള്ളതാണ് പുള്ളിക്കാരി പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം മോഹൻലാലിൻ്റെ മകനെ സ്വന്തം മകനെ പോലെയാണ് കാണുന്നത് എന്നുള്ള രീതിയിലേക്കാണ് പുള്ളിക്കാരി കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത്. ഇല്ലെങ്കിൽ ഇവരൊക്കെ തമ്മിൽ വളരെ ആത്മാർത്ഥമായ ബന്ധമാണ് ഉള്ളത് എന്ന് പറഞ്ഞു വെക്കാൻ ശ്രമിച്ചുവെങ്കിലും ഈ ഒരു വാർത്ത അത്ര നല്ലതല്ലാത്ത രീതിയിൽ, ഇല്ലെങ്കിൽ മോഹൻലാൽ ഫാൻസിനെയൊക്കെ പ്രണവിനെ സ്നേഹിക്കുന്നവർക്കൊക്കെ കുറച്ചൊരു അസ്വസ്ഥത സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് മോഹൻലാലും മമ്മൂട്ടിയും തമ്മിൽ അകൽച്ചയിലാണ്, സ്വരച്ചേർച്ചയില്ല, പ്രശ്നത്തിലാണ്, മിണ്ടാറില്ല എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ തമാശയായിട്ട് പലരും തള്ളിക്കളയുമായിരുന്നു. ഇല്ലെങ്കിൽ ഈഗോ പ്രോബ്ലമാണ്, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ചില പിടിവാശിയാണ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വെളിപ്പെടുത്തലിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. പ്രണവിനെ തല്ലിയെന്ന വാർത്തയോ അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞു എന്നുള്ള കാര്യമോ ഒക്കെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ മോഹൻലാലിൻ്റെ ഭാര്യ അറിഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവരറിഞ്ഞപ്പോഴുണ്ടായ വളരെ ലാളിച്ചു വളർത്തുന്ന കൊച്ചിനെ വഴക്ക് പറഞ്ഞാൽ പോരായിരുന്നോ, ഒന്ന് ഓടിച്ചാൽ പോരായിരുന്നോ, എന്തിനാണ് അവനുടെ 2 കുഞ്ഞടി കൊടുത്തത്? ഇങ്ങനെയൊക്കെയുള്ള ചിന്ത ഒരു പക്ഷേ അവരുടെ ഇടയിൽ എന്തെങ്കിലും തുറന്ന് പറയാനും പറ്റത്തില്ല. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ആയിരിക്കാം അത്തരത്തിലുള്ള ഒരു വ്യാഖ്യാനം വന്നത്. കാര്യമൊന്നും നമുക്കറിയില്ല. ചിലപ്പോൾ നമ്മൾ തല്ല് കൊടുക്കാത്ത വെച്ചല്ലോ കുരുത്തക്കേട് കാണിച്ചു, നമ്മൾ കൊടുക്കുമ്പോഴല്ലേ വിഷമം. അവനെല്ലാം 2 കൊടുത്ത് തന്ന ഇച്ചിരി കുരുത്തക്കേടൊക്കെ ഒതുക്കി നന്നായിട്ടിരിക്കട്ടെന്നും നല്ല രീതിയിൽ ചിന്തിക്കുന്ന പേരൻസ് ആണെങ്കിൽ ചിന്തിക്കും. ഇപ്പം എന്തായാലും ഈ ഒരു
സാഹചര്യത്തിലുള്ള ഈ ഒരു വെളിപ്പെടുത്തൽ അത്ര നല്ലതാണോ, ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അതുപോലെ മോഹൻലാൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നവർ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മോഹൻലാൽ, അതായത് പ്രത്യേകിച്ച് മമ്മൂട്ടി മോഹൻലാലൊക്കെ ഒരു കുടുംബം പോലെ കഴിയുന്നവരാണ്. ആവശ്യം വരുമ്പോൾ പരസ്പരം വ്യക്തിപരമായ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പരസ്പരം സഹായിക്കാറുണ്ട്. അപ്പം നമുക്കറിയാമല്ലോ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നപ്പോഴത്തേക്കും എല്ലാ സൂപ്പർ താരങ്ങളും ഒറ്റക്കെട്ടായിട്ടാണ് ഈ പ്രശ്നത്തെ നേരിടുന്നത്. കാരണം പലരും പോക്സോ കേസുമായിട്ട് ബന്ധപ്പെട്ട് അകത്ത് പോകാൻ സാധ്യതയുള്ള പല ആളുകളും നടന്മാരുണ്ട്. അപ്പോൾ ഇതൊരു കോമൺ ഇഷ്യൂ ആണെന്ന് നമുക്കറിയാം. അപ്പം ഇങ്ങനെ കാതലായ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് തന്നെ നീങ്ങാറുള്ളൂ എന്ന ഒരു സൂചനയും കൂടി ആയിരിക്കാം സുഹാസിനി ഈ ഒരു സാഹചര്യത്തിൽ പറഞ്ഞു പോകുന്നത്. അതുപോലെ അവർ പൃഥ്വിരാജിനെ കുറിച്ചൊരു വാക്ക് നടത്തിയിട്ടുണ്ട്. മാത്രമല്ല പൃഥ്വിരാജും മോഹൻലാലും തമ്മിലുള്ള ആത്മബന്ധം എന്താണ് എന്നൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ സുഹാസിനി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പൃഥ്വിരാജ് മോഹൻലാലും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുകുമാരൻ്റെ ഒപ്പം അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ മല്ലിക എന്നത് മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഒരു സഹോദരിയെ പോലെ കണക്കാക്കുന്ന വ്യക്തിയാണ്. കാരണം മല്ലിക തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മോഹൻലാലും ഈ നമ്മുടെ പ്രണവിനെ പോലെ ഭയങ്കര വികൃതിയായിരുന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലായിടത്തും ഓടി നടന്ന എല്ലാ കുരുത്തക്കേടും ഒപ്പിക്കും, എവിടെയെങ്കിലും വീഴുമോ ദേഹം മുറിയുമോ എന്നൊക്കെ ഭയപ്പെട്ട് എപ്പോഴും മോഹൻലാലിനെ നോക്കിക്കൊണ്ട് ഇരിപ്പാണ്, അല്ലെങ്കിൽ മോഹൻലാലിനെ കൃത്യമായിട്ട് സൂക്ഷിക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്വമായിരുന്നു. അപ്പം ചെറിയ കാലം മുതലേ മോഹൻലാലിനെ അറിയാമെന്നും പിന്നെ സിനിമയിൽ വന്നപ്പോൾ പൃഥ്വിരാജിനെ വളർത്താതിരിക്കാൻ ശ്രമിച്ചൊരു മുന്നിൽ നിന്ന ഒരു വ്യക്തി മോഹൻലാലാണെന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വെറും തെറ്റിദ്ധാരണ അസൂയക്കാലം പറയുന്നതാണ് എന്നും മോഹൻലാലിന് യാതൊരു ദുശീലവും ഇല്ല എന്നും, അതായത് 3000-ഓളം സ്ത്രീകളുമായിട്ട് ബന്ധത്തിലുണ്ട്, അല്ലെങ്കിൽ 5000 സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പല വാർത്തകളും പ്രചരിക്കുന്നതൊക്കെ അവരവരുടെ സ്വഭാവമാണ്. മോഹൻലാൽ അത്രക്കാരനല്ല. അസൂയ കൊണ്ടും മറ്റുള്ളവരുടെ മാനസികാവസ്ഥ കൊണ്ടൊക്കെ ആൾക്കാർ അങ്ങനെ പ്രചരിപ്പിക്കുന്നതാണ് എന്നൊരു ഭാഷ്യമാണ് ഈ ഒരു വിഷയത്തിൽ മല്ലിക പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ സുഹാസിനിയുടെ ഒരു വെളിപ്പെടുത്തൽ അത്ര വെടിപ്പായിരുന്നില്ല എന്ന് വേണം നമുക്ക് പറയുവാൻ. എന്തായാലും പുതിയൊരു വിഷയമായിട്ട് നമുക്ക് കാണാം.